welcome to Anna's Kitchen. ഇന്ന് നമുക്ക് ഇഞ്ചി തീയൽ തയ്യാറാക്കാം. ചോറിന്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമ്മൾ സാധാരണ തീയൽ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ അതിനകത്ത് ഇഞ്ചിയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചി തീയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇഞ്ചി തീയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാദ്യം നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണയിൽ വറുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇഞ്ചി തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇത് വഴറ്റിയെടുക്കാറുള്ളത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇനി അഥവാ നിങ്ങൾ വഴറ്റുന്ന സമയത്ത് ഇഞ്ചി തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നിയാൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഈ തീയൽ തയ്യാറാക്കുമ്പോൾ കുറച്ചൊക്കെ ഇഞ്ചി തമ്മിൽ ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ പിന്നെ തേങ്ങയുടെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ തീയലിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിക്ക് പകരം സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. ഒരു മീഡിയം സൈസിലുള്ള സവോളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിന് പകരം ചെറിയ ഉള്ളി ആണെന്നുണ്ടെങ്കിൽ 10 എണ്ണം എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പം ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും വഴറ്റി കൊടുത്തോണ്ടിരിക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഇതിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് മൂത്ത് പോകാതിരിക്കാൻ നോക്കണം, കാരണം ഇഞ്ചിക്ക് അല്ലെങ്കിൽ തന്നെ കുറച്ചൊരു കയ്പുണ്ട്. അപ്പോൾ ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് കയ്പായി പോകും. ഇപ്പോൾ ഇഞ്ചിയും തേങ്ങയും നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പേ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. ഇനി ഇതിനകത്തേക്ക് 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണം. തീ കുറച്ച് തന്നെ വെക്കുക. നല്ല ചൂടായി കിടക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് മൂത്ത് കിട്ടും. ഇപ്പോൾ പൊടികൾ നന്നായിട്ട് മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതൊന്ന് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ തേങ്ങയും ഇഞ്ചിയും കൂടി വറുത്ത് വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് നോക്കുക. കൂടുതൽ വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെയാണ് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തു. പിന്നെ നമുക്ക് ഈ തീയൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുളി വേണം. ഇതിന് വേണ്ടി ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിന് കുറച്ച് വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊക്കെല്ലാം കളഞ്ഞിട്ട് ജ്യൂസ് മാത്രം എടുത്തു വയ്ക്കാം. ഞാൻ ഈ തീയൽ മൺചട്ടിയിലാണ് വെക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 നുള്ളു ഉലുവ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവോള നന്നായിട്ടൊന്ന് വാടിയാൽ മതി. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും തേങ്ങയും കൂടി അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മൾ നേരത്തെ പുളി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. അതിന് ശേഷം പിന്നെ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ല കുറുകിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതിന് മുന്നേ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ അടച്ചു വെക്കാം.
ഇപ്പോൾ തീയൽ നന്നായിട്ട് കുറുകി വരുമ്പോൾ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ ശർക്കര ചെറുതായിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നത് അധികം പൊടിയോ കല്ലോ ഒന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ തീയലിലോട്ട് ചേർത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെക്കുമ്പോൾ ആ ശർക്കര പൊടിച്ച് വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് അങ്ങ് അലിയും. എന്നിട്ട് അത് അരിച്ച് തീയലിലോട്ട് ചേർത്താൽ മതി. നമുക്കിത് തുറന്ന് നോക്കാം. തീയൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് വറ്റിപ്പോകരുത്, ഈ ഒരു പരുവത്തിന് അരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളത്തിൽ അലിയിച്ച് വെച്ചതാണ്, അതൊന്ന് അരിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചേർത്ത ശർക്കരയുടെ ആ ഒരു ഫ്ലേവർ, ചെറിയൊരു മധുരം ഉണ്ടല്ലോ, അത് ആ തീയലിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇഞ്ചി തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം കുറുക്കിയെടുക്കാൻ. ഇത് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എൻസ് കിച്ചൺ.